പൗരസ്ത്യ കൽതായ സഭയുടെ മെത്രാപ്പോലീത്ത മാർ ഔഗീൻ തിരുമേനി, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രേഷ്ഠ ഇടയൻ അപ്രയം പിതാവ് തൻ്റെ സ്വർഗീയ സമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ട അവസരത്തിൽ പ്രാർത്ഥനാനിർഭരമായിരിക്കുന്ന ഈ സന്ദർഭത്തിലെ ദേഹവിയോഗത്തിൻ്റെ അനുശോചനം ഞാൻ കൽതായ സഭയ്ക്കും പ്രത്യേകിച്ച് മെത്രാപ്പോലീത്ത തിരുമേനിക്കും വൈദിക ഗണത്തിനും ആശംസിക്കുകയാണ്. അപ്രയം തിരുമേനി മനുഷ്യഹൃദയമുള്ള ദൈവിക മനുഷ്യനായ ഒരു ശ്രേഷ്ഠ പുരോഹിതനായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാറുള്ളതുപോലെ ആടുകളുടെ മണമുള്ള ഒരിടയൻ. തൻ്റെ സഭയെ, തൻ്റെ ജനത്തെ സ്നേഹിക്കുകയും അവരെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും സഭയിലുണ്ടായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളെയും അതിജീവിക്കാനായിട്ട് തൻ്റെ സൗഹൃദം കൊണ്ടും അനുരഞ്ജന സ്വഭാവം കൊണ്ടും തൻ്റെ ജീവൻ തന്നെ കാഴ്ചവെക്കുകയും ചെയ്ത മഹാപുരോഹിതൻ, പുരോഹിത ഗണത്തിൽപ്പെട്ട എല്ലാവർക്കും മാതൃകയാകുന്നത് പോലെ ദൈവജനത്തിന് മുഴുവനും വലിയ ഉത്തേജനം നൽകുന്ന വിശ്വാസത്തിൻ്റെ ദീപസ്തംഭമായിട്ട് എന്നും ജ്വലിക്കും. തീർച്ചയായിട്ടും സ്വർഗത്തിലിരുന്നു കൊണ്ട് ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവിടുന്ന് നമ്മുടെ സഭയെയും നമ്മുടെ ജനത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും അനുഗ്രഹിക്കുകയും ദൈവിക കൃപ നമുക്കായി നേടിത്തരുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടുകൂടെ എൻ്റെ അനുശോചനവും അതേസമയം തന്നെ പ്രത്യാശ നിർഭരമായിരിക്കുന്ന സന്തോഷവും അറിയിക്കുകയാണ്. കാരണം പിതാവ് സ്വർഗത്തിലിരുന്നു കൊണ്ട് സകല മാലാഖന്മാരുടെ വിശുദ്ധരോടും കൂടെ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നതോടുകൂടെ നമുക്കും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇത്ര നല്ല ഒരു ശ്രേഷ്ഠ പുരോഹിതനെ നമുക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ജീവിതത്തിലെ അപ്രയം പിതാവിൻ്റെ നല്ല മാതൃക അനുകരിച്ചുകൊണ്ട് വിശ്വാസതീഷ്ണതയോടുകൂടെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതിയും സ്തോത്രവും. ആമേൻ.